2026 മാർച്ച് 3 ചൊവ്വാഴ്ച ഇറാൻ US-ഇസ്രയേൽ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നു. 4-ാം ദിവസമായി ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണങ്ങൾക്ക് ശമനമില്ല. ഇറാനെതിരെ അമേരിക്കൻ ആക്രമണത്തിലെ വലിയ ഘട്ടം വരാനിരിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CNN വാർത്താ ഏജൻസിയോട് പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ അമേരിക്കൻ പൗരന്മാരോട് US പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. സൗദി തലസ്ഥാനമായ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ 2 ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമുണ്ടായതായി സൗദി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ രീതിയിൽ നാശനഷ്ടവും അഗ്നിബാധയുമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് റിയാദ് എംബസിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. എംബസി സന്ദർശിക്കുന്നതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കണമെന്ന് എംബസി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. റിയാദിലെ എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. കുവൈറ്റിലെ US എംബസി അടച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചതായി എംബസി സന്ദേശത്തിൽ വ്യക്തമാക്കി. ബഹ്റൈനിലെ US താവളത്തിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ബഹ്റൈൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും ലബനോനിലെ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ സേനയുടെ ആക്രമണം തുടരുകയാണ്. UAE മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിക്കുന്നതനുസരിച്ച് 174 ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യത്തേക്ക് പ്രയോഗിക്കപ്പെട്ടു. ഇതിൽ 161 ഇന്റർസെപ്റ്റ് ചെയ്തു. 13 കടലിൽ പതിച്ചു. 8 ക്രൂയിസ് മിസൈലുകളാണ് രാജ്യത്തിനെതിരെ പ്രയോഗിക്കപ്പെട്ടത്. 8 ഇന്റർസെപ്റ്റ് ചെയ്തു. 689 ഡ്രോണുകൾ പ്രയോഗിക്കപ്പെട്ടു. ഇതിൽ 645 ഇന്റർസെപ്റ്റ് ചെയ്തു. 44 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചു. 3 മരണവും 68 പേർക്ക് നിസ്സാര പരിക്കുകളുമാണ് UAEയിലുണ്ടായ നാശനഷ്ടങ്ങൾ. ഇറാനിൽ നിന്നും മിസൈൽ നിരകളെ UAE എയർ ഡിഫൻസ് ശക്തമായി ചെറുത്തു തോൽപ്പിച്ചതായും അതിർത്തിയും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും UAE എയർ ഡിഫൻസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇതിനിടെ രാജ്യത്തിലെ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമുഖ വാർത്താ ഏജൻസി ബ്ലൂംബർഗ് നൽകിയ റിപ്പോർട്ടുകളെ UAE അപലപിച്ചു. ഉത്തരവാദിത്തമായ മാധ്യമപ്രവർത്തനവും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെയും അധികരിച്ചു വേണം വാർത്തകൾ നൽകാനെന്ന് UAE ഓർമ്മപ്പെടുത്തി. സംഘർഷ സാഹചര്യത്തിൽ UAEയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അടിയന്തരമായി ഇന്ത്യൻ എംബസിയിൽ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു വാട്സപ്പ് സന്ദേശം മേഖലയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ എംബസിയോ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റോ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഈ സാഹചര്യത്തിൽ നൽകിയിട്ടില്ല. സന്ദേശത്തോടൊപ്പം പ്രചരിക്കുന്ന ലിങ്ക് വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണെന്നും ഇത് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതല്ലെന്നും എംബസി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ CBSE പരീക്ഷകൾ മാറ്റിവെച്ചതായി റിപ്പോർട്ടുകൾ. 2026 മാർച്ച് 5, 6 എന്നീ ദിവസങ്ങളിലെ പരീക്ഷകളാണ് മാറ്റിയിരിക്കുന്നത്. മാറ്റിവെച്ച പരീക്ഷകൾ എന്ന് നടത്തുമെന്ന് പിന്നീട് അറിയിക്കും. മാർച്ച് 7 മുതലുള്ള പരീക്ഷകളുടെ കാര്യത്തിൽ മാർച്ച് 5 സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം ബോർഡ് തീരുമാനമെടുക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. നിർത്തിവെച്ച വ്യോമഗതാഗതം പരിമിതമായ അളവിൽ UAE കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചതോടെ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ദുബായിൽ നിന്ന് 149 യാത്രക്കാർ ഡൽഹിയിലെത്തി. സംഘർഷ സാഹചര്യങ്ങൾക്കിടെ UAE പ്രസിഡന്റും ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാനും ദുബായ് മോളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനം ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനിടയാക്കി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ആത്മവിശ്വാസത്തോടെ ദുബായ് മാളിലൂടെ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രതിരോധ മന്ത്രിയും ജനങ്ങൾക്കിടയിലൂടെ ദുബായ് മോൾ സന്ദർശിച്ചത്. മോളിലെ റെസ്റ്റോറന്റുകളിലൊന്നിൽ ഭക്ഷണം കഴിക്കുകയും ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്ത UAEയുടെ ഭരണാധികാരികൾ പരോക്ഷമായി ആത്മവിശ്വാസവും സുരക്ഷയും ധൈര്യവും തന്നെയാണ് ജനങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്.